വിക്രം കിരണെ കൊന്നു, സരയു കല്യാണിയെയും കൊന്നു. അതെ, മൗനരാഗം അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പുറത്തിറങ്ങുന്ന വിക്രം അങ്ങനെ സരയുമായി ചേർന്ന് പദ്ധതിയിടുകയാണ് ചെയ്യുന്നത്. വിക്രമും സരയും ചേർന്ന് കിരണയും കല്യാണിയും കൊല്ലാൻ തീരുമാനിക്കുന്നു. അവരുടെ പക നിമിത്തം കല്യാണിയെ ഞാൻ തീർത്തോളാമെന്ന് വിക്രമിന് വാക്ക് കൊടുക്കുകയാണ് സരയു. അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു. തൻ്റെ അച്ഛനെ കൊന്ന കിരണിനോടും കല്യാണിയോടും ഉള്ള പക സരയു ഇരട്ടിക്കുകയാണ്. അതുപോലെ തന്നെ കിരണോടും കല്യാണിയോടുമുള്ള പക കൊണ്ട് കിരണെ ഞാൻ തീർത്തു കൊള്ളാമെന്ന് സരയുവിന് വാക്കു കൊടുക്കുന്നു വിക്രം. അങ്ങനെ രണ്ടുപേരും ചേർന്ന് അവരെ ആക്രമിക്കുകയും തനിച്ചായിരിക്കുമ്പോൾ ആക്രമിക്കുകയും യാതൊരു വിധ തെളിവുമില്ലാതെ അവരെ തീർക്കുകയുമാണ് ചെയ്യുന്നത്. അതേ, കിരണെ കല്യാണിയും സരയുവും വിക്രവും ചേർന്ന് തീർക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും വളരെ ഒരു വിഷമകരമായ അവസാനത്തിലേക്കാണ് മൗനരാഗം അവസാനിക്കുന്നത്. എന്തായാലും അതോടുകൂടി കിരണും കല്യാണിയും തീരുകയാണ് ചെയ്യുന്നത്.